ഇടുക്കി ജില്ലയിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് ദേവികുളം മണ്ഡലം. ഇത്തവണ ദേവികുളം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കുന്നത് രാജ എന്നൊക്കെയുള്ള ഒരു സൂചനയെല്ലാം പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? ഇത്തവണയും LDF ഈ മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. പിന്നെ പാർട്ടി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ആരാണെങ്കിലും ഇവിടെ നിന്ന് ജയിച്ച് നിയമസഭയിലേക്ക് കയറും. ഇതിലൊരു സംശയമില്ല. ഇപ്പോൾ രാജ തന്നെ മത്സരിക്കും എന്നുള്ളൊരു സൂചനയൊക്കെയാണ് ഇപ്പോൾ ആളുകളെല്ലാം പറയുന്നത്. വീണ്ടും ഒരവസരം കൂടെ കൊടുത്തേക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? പാർട്ടി തീരുമാനമാണ്. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും. പാർട്ടി തീരുമാനിക്കട്ടെ. പാർട്ടിയുടേതായിട്ടുള്ള തീരുമാനങ്ങൾ അറിയിക്കും. അറിയുന്ന മുറയ്ക്ക് ബാക്കി നോക്കാം. ഈ പോയ 5 വർഷം എന്തൊക്കെയാണ് നമ്മുടെ ഈ ജില്ലയിൽ, ഈ താലൂക്കിൽ, ദേവികുളം മണ്ഡലത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? പോയ 5 വർഷം കുറേയേറെ കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. കുറച്ച് കാലം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നെ വിജയത്തെ അംഗീകരിക്കാത്ത ആളുകൾ തിരഞ്ഞെടുപ്പ് കോടതിയിലൊക്കെ പോയപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ ഒരു ചെറിയൊരു തടസ്സമുണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി ആത്മാർത്ഥമായി എൻ്റെ കഴിവുകൾക്കനുസരിച്ച് ഈ മണ്ഡലത്തിൽ ചെയ്യാൻ കഴിയാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിരവധിയായിട്ടുള്ള പദ്ധതികൾക്ക് ഇവിടെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടക്കം കുറിച്ച പല പദ്ധതികൾ നമുക്ക് ഉദ്ഘാടനം ചെയ്ത് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഓരോ മേഖല എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് നന്നായി അറിയാവുന്നതാണ്. ഈ ദേവികുളം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മണ്ഡലമാണ്. ഇങ്ങനെ ഭൂമി വിസ്തൃതിയിൽ ഏറ്റവും വലിയ മണ്ഡലമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഈ മണ്ഡലത്തിൽ ഉണ്ട്. എന്നാൽ പോലും പരമാവധി സർക്കാർ ഈ മണ്ഡലത്തെ ചേർത്ത് നിർത്തുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ടുകളെല്ലാം നമുക്ക് നൽകിയതിൻ്റെ ഭാഗമായി കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന് ഇപ്പോൾ ഏറ്റവും സാധാരണപ്പെട്ട മനുഷ്യരുള്ള ഈ കേരളത്തിൽ തന്നെ ഏക ഗോത്രവർഗ പഞ്ചായത്താണ്. ഏക ഗോത്രവർഗ പഞ്ചായത്തിൽ ഒരു കാലത്ത് റോഡ് ഇല്ലാതിരുന്ന ഒരു സ്ഥലം, കാൽനട മാത്രമേ സാധ്യമായിരുന്ന ഒരു സ്ഥലത്ത് ഇന്ന് ആദ്യത്തെ റീച്ചിൻ്റെ റോഡ് ഒരു 80% പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിയമസഭയിൽ ബജറ്റിലാണ് ഇടമലക്കുടിക്ക് വേണ്ടി ഒരു പാക്കേജ് അനുവദിക്കുന്നത്. പിന്നീട് അവിടുത്തെ സ്കൂള് പണികൾ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആശുപത്രി കെട്ടിടം കേരളത്തിൽ PHC 2 സ്ഥലത്ത് തുടക്കം കുറിച്ച്, ഈ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച മൂന്നാറിലെ ചട്ടമൂന്നാർ PHCയും ഇടമലക്കുടി കുടുംബാരോഗ്യ കേന്ദ്രവും ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കറണ്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എത്തിയെങ്കിൽ പോലും ബാക്കിയുള്ള കുടികളിൽ കറണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നെറ്റ്വർക്ക് സംവിധാനം ഇല്ലായിരുന്നു. ഗവൺമെൻറ് തന്നെ പണം കൊടുത്തിട്ടാണ് അവിടെ നെറ്റ്വർക്ക് സംവിധാനം എത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഓരോ മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇടമലക്കുടിയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഇതൊന്നും ഇല്ലാതിരുന്ന സ്ഥലത്താണ് ഇതെല്ലാം ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിൽ ഇന്നും കറണ്ട് എത്താത്ത 12ഓളം കുടികളുണ്ട്. ഈ 12 കുടികളിലും കറണ്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഗവൺമെൻറ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി ഏകദേശം 17 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഈ 5 വർഷക്കാലം ദേവികുളത്ത് കഴിഞ്ഞ ഗവൺമെൻറ് തുടക്കം കുറിച്ചതാണ്. KCB മേഖലയിൽ മാത്രം ഏകദേശം ഒരു 370 കോടി രൂപ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് മറയൂരിൽ ഇപ്പോൾ സബ്സ്റ്റേഷൻ തുടങ്ങാൻ പറ്റി. 33 kV ലൈൻ പല സ്ഥലങ്ങളിലും നമ്മുടെ മണ്ഡലത്തിലേക്ക് വലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇത് KCB മേഖലയിലാണ്. നിന്ന് കിടന്ന പല പ്രോജക്റ്റുകളും ഇപ്പോൾ തൊട്ടിയാർ പദ്ധതി, പള്ളിവാസൽ പദ്ധതി, പള്ളിവാസൽ പവർ എക്സ്റ്റൻഷൻ, ചെങ്കുളം ഓഗ്മെൻറ്റേഷൻ സ്കീം, ലക്ഷ്മി ഹൈഡ്രോ പ്രോജക്റ്റ്, അതുപോലെ ഈ നമുക്ക് പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഇതെല്ലാം ആളുകൾ നിസ്സാരമായിട്ട് ഈ കാണുന്നെങ്കിൽ പോലും കേരളത്തിൽ പവർ കട്ട് ഇല്ലാതിരിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇതുപോലെ ജലവൈദ്യുത പദ്ധതികളിലൂടെ കറണ്ട് ഉൽപ്പാദനം നടത്തി ഇത് വിതരണം ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഈ പ്രോജക്റ്റുകൾ നിന്നുകിടന്ന പ്രോജക്റ്റുകളെല്ലാം ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. KCB മേഖലയിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ മണ്ഡലത്തിൽ മാത്രം 7000-ഓളം ആളുകൾ
12 പഞ്ചായത്തുകളിൻ്റെ കീഴിൽ വരുന്നതാണ്. 7,000-ഓളം ആളുകൾ ലൈഫ് പദ്ധതിയിലൂടെ മാത്രം വീട് ലഭിച്ച ആളുകളാണ്. വീട് പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നതാണ്. അത് ലൈഫിലൂടെ വീടുകൾ ഗവൺമെൻറ് കൊടുക്കുന്നു. റോഡ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മലയോര കൈവിട ഭാഗം ഉടുമ്പൻചോലയിൽ ആരംഭിച്ച് 2-ാം മൈലിൽ പൂർത്തീകരിക്കുന്ന റോഡ് പണികൾ പൂർത്തീകരിച്ച് ഇപ്പോഴാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. 177 കോടി രൂപയാണ് ഈ ഗവൺമെൻറ് ആ റോഡിന് വേണ്ടി മാത്രം ചിലവ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ചെമ്മണ്ണാറിൽ നിന്ന് ഗ്യാപ്പിലേക്ക് വരുന്ന റോഡ് ഏകദേശം 150 കോടി രൂപ റീബിൽഡ് പദ്ധതിയിൽ പെടുത്തിയിട്ടാണ് ഗവൺമെൻറ് ആ റോഡ് പണി പൂർത്തീകരിച്ചത്. ഈ കഴിഞ്ഞ 3-4 വർഷത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം BMBC റോഡുകളായി മാറ്റാൻ പറ്റി. അതിന് ഇപ്പോൾ മൂന്നാറിൽ ആരംഭിച്ച് ദേവികുളം പഞ്ചായത്തിലൂടെ വട്ടവടയിൽ എത്തിച്ചേരുന്ന റോഡ് ഏകദേശം 42 കോടി രൂപയുടെ റോഡായിട്ടാണ് നമുക്ക് ആ റോഡ് കൊടുക്കാൻ പറ്റിയിരിക്കുന്നത്. ഇപ്പോൾ മൂന്നാർ മുതൽ മറയൂർ വരെയുള്ള റോഡ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് വന്നെങ്കിൽ പോലും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ റോഡ് BMBC ആയതോടുകൂടി റോഡ് സൈഡിൽ കട്ടിങ് അങ്ങനെയുള്ള പ്രശ്നം വന്നു. ഇപ്പോൾ റോഡിൻ്റെ വശങ്ങളിലെല്ലാം ഐരിഷ് ചെയ്യുന്നതിനും പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചൽ ഉണ്ടായ പ്രദേശത്ത് അതൊക്കെ ഒന്ന് മാറ്റുന്നതിനും പിന്നീട് ചിന്നാർ വരയ്ക്കുള്ള റോഡ്, ഈ ചിന്നാർ എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ബോർഡറാണ്, അവിടെ വരെയുള്ള റോഡ് BMBC നിലവാരത്തിൽ വരുത്താൻ പറ്റി. പിന്നെ മറയൂരിൽ നിന്ന് കോവിൽക്കടവ് വഴി നമുക്ക് പൈസനഗറിൽ നിന്ന് ഇപ്പോൾ അടുത്ത റീച്ച് കാന്തളൂർ വരെയുള്ള റോഡ് BMBC നിലവാരത്തിൽ ഉയരുകയാണ്. അതുപോലെ 3-4 സ്ഥലങ്ങളിൽ പാലങ്ങൾ ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഒന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, പഴയ മൂന്നാറിലുള്ള ഒരു പാലം, മൂന്നാറിലെ ട്രാഫിക് സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ പല സമയങ്ങളിൽ ട്രാഫിക് ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടെയാണ്. അവിടെ ഒരു പാലം ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് ബജറ്റിൽ വകയിരുത്തി ഇപ്പോൾ 6.25 കോടിയുടെ പാലം പണി പൂർത്തീകരിക്കുകയാണ്. ഒന്ന് അമ്പലച്ചാലിലുണ്ടായിരുന്ന പാലം നേരത്തെ ഉണ്ടായിരുന്ന ഒരു നേരത്തെ ഒരു വണ്ടിയെ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ മറ്റൊരു പാലം കൂടെ നമുക്ക് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കോവിൽക്കടവിലുള്ള കോവിൽക്കടവ് പാലം എത്രയോ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്, സിംഗിളായിട്ടിരുന്ന പാലമാണ്, ഇന്നിപ്പോൾ വലിയ പാലങ്ങളായിട്ട് മാറ്റി. അതുമാത്രമല്ല, ഇനിയും കൂടുതൽ പാലങ്ങൾക്ക് സർക്കാർ പൈസ അനുവദിച്ചിട്ടുണ്ട്. ഒന്ന് ഇപ്പോൾ മൂന്നാർ മറയൂർ റോഡിൽ 5-ാം മൈൽ രാജമലയിലേക്കുള്ള തിരക്ക് നമുക്കറിയാം, അവിടെ ഒരു പാലം അത്യാവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് സർക്കാർ ഫണ്ട് അനുവദിച്ച് ഇപ്പോൾ തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ കന്നിമല എന്ന് പറയുന്ന സ്ഥലത്ത്, രാജമലയുടെ താഴെ തന്നെ വരുന്ന കന്നിമല എന്ന് പറയുന്ന സ്ഥലത്ത് പാലം അനുവദിച്ചു. ഇപ്പോൾ അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളായി പോകുന്നു. മൂന്നാറിൽ നിന്ന് ദേവികുളത്തേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു പാലം പണിക്ക് വേണ്ടി ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ച് തുടർ നടപടികളായിട്ട് പോകുന്നു. KSRTC സ്റ്റാൻഡ് മൂന്നാർ ഒരു വിനോദസഞ്ചാര മേഖലയാണ്, ദീർഘദൂര സർവീസുകളുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു സർവീസിലുള്ള ഒരു സ്റ്റേഷൻ കൂടിയാണ്. അപ്പോൾ അത് നവീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. 5 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഇപ്പോൾ AS അടക്കമുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ആശുപത്രി മേഖല എടുത്താൽ ആശുപത്രി മേഖലയിൽ ഇപ്പോൾ എടമലക്കുടിയിലെ PHC ആരംഭിക്കാൻ പറ്റി, ചട്ടമൂന്നാർ PHC ആരംഭിക്കാൻ പറ്റി. ദേവികുളത്ത് ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് മൂന്നാറിൽ ഒരു നല്ല ആശുപത്രി വേണമെന്നുള്ളത്. ആ ആശുപത്രി സർക്കാർ നേരത്തെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും തുടർ നടപടികൾ നീങ്ങിയിട്ടില്ല, അതിന് പറ്റിയ സ്ഥലം കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ സ്ഥലം കണ്ടെത്തി ഈ വരുന്ന 2 ദിവസത്തിന് ശേഷം അതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് പോവുകയാണ്. 63 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചാണ് ആ പണികൾ ചെയ്യാൻ പോകുന്നത്. പിന്നീട് ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രി 2 ബ്ലോക്ക് ലെവൽ ആശുപത്രിക്ക് വേണ്ടി പുതിയ കെട്ടിടത്തിന് ഈ ഗവൺമെൻറ് 4 കോടി വീതം അനുവദിച്ചിട്ടുണ്ട്, 2 ബ്ലോക്ക് ലെവൽ ആശുപത്രിക്ക് വേണ്ടി. മാത്രമല്ല അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്ത് ലാബിൻ്റെ ഒരു കെട്ടിടം നമ്മൾ ആദ്യം പണിതു, പിന്നീട് 13 കോടിയുടെ ഒരു കെട്ടിടം പണിതു, 5 കോടിയുടെ ഒരു കെട്ടിടം ഇപ്പോൾ പണിയാൻ പോവുകയാണ്. അവിടെ തന്നെ ആശുപത്രിയിൽ കേരളത്തിൽ താലൂക്ക് ആശുപത്രികളിൽ കാത്ത് ലാബ് സംവിധാനമുള്ള ഒരു ആശുപത്രിയായിട്ട് താലൂക്ക് ആശുപത്രി മാറാൻ പോവുകയാണ്. നിലവിൽ ഇടുക്കി ജില്ലയ്ക്കകത്ത് ഈ കാത്ത് ലാബ് സൗകര്യം മറ്റൊരു ആശുപത്രിയിലില്ല. മെഡിക്കൽ കോളേജ് കോട്ടയം അങ്ങനെയുള്ള പ്രദേശങ്ങളാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് വരാൻ പോകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കും കാത്ത് ലാബിൻ്റെ സൗകര്യങ്ങൾക്ക് പണം അനുവദിച്ചു. ഇപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്, എക്യുപ്മെൻറ്റ്സ് ഒന്ന് ഫിറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ OP ആരംഭിക്കാൻ പോകുന്നു. അതിൻ്റെ കാർഡിയോളജിസ്റ്റിൻ്റെ സേവനം അനുവദിച്ചു. ഇതെല്ലാം ആ മേഖലയിൽ. പിന്നെ അമ്മയും കുഞ്ഞും ആശുപത്രി നമ്മുടെ മണ്ഡലത്തിൽ നേരത്തെ അനുവദിച്ചെങ്കിലും അത് തുടങ്ങുന്നതിന് കാലതാമസം വന്നു. കാലതാമസം വരാൻ കാരണം കൃത്യസമയത്ത് സ്ഥലം കിട്ടിയിട്ടില്ല. സ്ഥലം കിട്ടാതെ വന്നപ്പോൾ
ഭരണാനുമതി നഷ്ടപ്പെട്ടു. പിന്നീട് പുതിയ ഭരണാനുമതി ആവശ്യപ്പെട്ട് സർക്കാരിലേക്ക് കത്ത് കൊടുത്തു. അങ്ങനെ കത്ത് കൊടുത്തതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് പുതിയ ആധുനിക സൗകര്യത്തോടു കൂടിയുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പറഞ്ഞു. എസ്റ്റിമേറ്റ് തയ്യാറാക്കി 30 കോടി വന്നു. ആ 30 കോടി ഒറ്റയടിക്ക് നമ്മുടെ കയ്യിൽ ഈ പണം കണ്ടെത്താൻ ബുദ്ധിമുട്ട് വന്നു. ഏറ്റവും അവസാനം 5 കോടി രൂപ ആദ്യം സർക്കാർ ബജറ്റിലൂടെ വകയിരുത്തി. പിന്നീട് 15 കോടി രൂപ ഇടുക്കി പാക്കേജിൽ നിന്ന് അനുവദിച്ചു. ഇടുക്കി പാക്കേജിൽ നിന്ന് അനുവദിച്ച് ഇപ്പോൾ ASI ബാക്കി തുടർ നടപടികളായി ഡ്രോയിങ്ങിലാണ്. അതും കൂടെ കഴിഞ്ഞാൽ അവിടെ വരും. നമ്മുടെ മണ്ഡലത്തിൽ 8ഓളം വില്ലേജ് ഓഫീസുകൾ ദൈനംദിനം ജനങ്ങൾ നേരിട്ട് ഇടപെടുന്ന ഒരു ഓഫീസുകളാണ്. ആ ഓഫീസുകൾ സ്മാർട്ടാക്കി മാറ്റുന്നതിന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി 3 കോടി രൂപ ചെലവ് ചെയ്തതിൻ്റെ ഭാഗമായി ഇപ്പോൾ വില്ലേജ് ഓഫീസുകൾ വട്ടവടയിലും കൊട്ടാക്കൊമ്പൂരിലും മന്നാങ്കണ്ടത്തും അതുപോലെ പല സ്ഥലങ്ങളിലും ഇന്ന് സ്മാർട്ടാക്കി മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ദേവികുളം നിയോജക മണ്ഡലത്തിൽ മാത്രം എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി, ശുദ്ധവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജലജീവൻ മിഷൻ. ഈ ജലജീവൻ മിഷൻ്റെ ഭാഗമായി 710 കോടി രൂപ ഈ ഗവൺമെൻറ് അനുവദിച്ചു. 710 കോടി രൂപ അനുവദിച്ചു. ഇപ്പോൾ വെള്ളത്തോൽ പഞ്ചായത്തിൽ 95% വർക്കുകൾ പൂർത്തീകരിച്ചു. പല പഞ്ചായത്തുകളിലും വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 700 കോടിയുടെ ഒരു വർക്ക് നിലവിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാങ്കുളത്തേക്കുള്ള റോഡ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങിയെങ്കിലും പൂർത്തീകരിച്ചത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. മാങ്കുളം വരെ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ആനക്കുളം വരെ BMBC നിലവാരത്തിൽ റോഡുകൾ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആനച്ചാൽ വെള്ളത്തൂവൽ റോഡ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ചെയ്തെങ്കിലും ഇപ്പോൾ ചെങ്കുളത്ത് നിന്ന് ശല്യാമ്പാറയിലേക്ക്, വെസ്റ്റ് വെള്ളത്തൂവലിലേക്ക്, ആനച്ചാൽ മടങ്കവല റോഡ് 5 കോടി രൂപ, ഇപ്പോൾ മൂന്നാറിൽ നിന്ന് ലക്ഷ്മി വഴി മാങ്കുളം പോകുന്ന റോഡ് 10 കോടി രൂപ പണം അനുവദിച്ച് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രധാനമായും എല്ലാ മേഖലയിലും നമ്മുടെ വർക്കുകൾ നടക്കുന്നു. ഇപ്പോൾ എല്ലക്കലിൽ നിന്ന് മുല്ലക്കാന വരെയുള്ള റോഡ് 38 കോടി രൂപ മലയോര കവിയുടെ ഭാഗമായിട്ട് വർക്കുകൾ നടക്കുന്നു. പുതിയൊരു പാലം അവിടെ ആവശ്യമായിരുന്നു. ആ പാലത്തോടു കൂടിയാണ് ഈ വർക്കുകൾ നടക്കുന്നത്. ചില താമസങ്ങളൊക്കെ വന്നു. ഇപ്പോൾ ആ താമസം മാറ്റി അത് മുന്നോട്ട് പോകുന്നു. ഇനി അടുത്ത ഘട്ട റീച്ച് നമുക്ക് എല്ലക്കലിൽ നിന്ന് കുഞ്ചത്തണ്ണി ടൗണ്, ഓഡിറ്റ്, അതുപോലെ ചിത്രപുരം, ആനച്ചാൽ, അമ്പലച്ചാൽ, ആ വഴിക്കൂടെ ഇരുട്ടുകാനം വരെയുള്ള റോഡ് മലയോര കവിയുടെ ഭാഗമായിട്ട് റോഡ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പല മേഖലയിലും റോഡ് പണി ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു. പിന്നീട് നമ്മുടെ ഒരു ഈ ആവശ്യം ഈ മണ്ഡലത്തിൽ പണ്ട് വരുന്ന വിനോദസഞ്ചാരികളുടെ ഇതല്ല, ഇപ്പോൾ തിരക്ക് കൂടുതലാണ്. ഒത്തിരി തിരക്കുകൾ വരുമ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചു. നിയമസഭയ്ക്കകത്ത് ഈ വിഷയം ഉന്നയിച്ചു. തിരക്കുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഗവൺമെൻറ് നടത്തണം, റോഡുകൾ വീതി കൂട്ടി പണിയേണ്ടത് ആവശ്യമാണ് എന്ന് നിയമസഭയ്ക്ക് ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബജറ്റിൽ 100 കോടി രൂപ പ്രഖ്യാപിച്ചു. 100 കോടിക്കകത്ത് ഒന്ന് ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡും ഉണ്ട്. ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിലും ചില വർക്കുകൾ ചെയ്യേണ്ടതുണ്ട്. മൂന്നാർ മുതൽ വട്ടവട വരെയുള്ള റോഡ് ഇപ്പോൾ പണിതിരിക്കുന്ന റോഡാണ്. എന്നാൽ വീതി കൂട്ടി പണിയുന്നതിന് ആവശ്യമായിട്ടുള്ള DPR തയ്യാറാക്കി ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ KSTPനെ സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ആവശ്യമായിട്ടുള്ള എല്ലാം തന്നെ ഗവൺമെൻറ് നമുക്ക് തരുന്നുണ്ട്. ലേബർ കോംപ്ലക്സിൻ്റെ പണികൾ ഇവിടെ പൂർത്തീകരിച്ചു. അതുപോലെ പുതിയ ഗസ്റ്റ് ഹൗസ് ഇവിടെ പിന്നെ ഉദ്ഘാടനം ചെയ്ത യാത്രാനിവാസ്, അങ്ങനെ മേഖലകൾ തിരിച്ചെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ പോയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, വിജയവുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസ് നേതാവ് കോടതിയിൽ കേസിന് പോകുന്നു. പിന്നീട് ആ കേസിന് പുറകെ പോകേണ്ടി വരുന്നു. അത് ഈ ജില്ലയിൽ അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു വളർച്ചയ്ക്കൊരു മാനസികമായ ഒരു വെല്ലുവിളി ഉണ്ടാക്കിയില്ലേ? ചെറിയ തടസ്സം ഉണ്ടാക്കി. ചെറിയ തടസ്സം എന്ന് പറയുമ്പോൾ ഹൈക്കോടതി എനിക്ക് എതിരായിരുന്നു. ഞാനതിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോകുന്നു, കേസ് നടത്തുന്നു. ആ സമയത്ത് ഈ ഫണ്ടുകൾ എനിക്ക് അനുവദിക്കാൻ പറ്റുമെങ്കിലും വിനിയോഗിക്കുന്നുള്ളൊരു ചെറിയ തടസ്സം വന്നു. ചെറിയ തടസ്സം വന്നപ്പോൾ പിന്നെ അത് മാറ്റിയെടുക്കുന്നതിന് ഒരു 5-6 മാസം വേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അപ്പോൾ ഇത് കിട്ടിയിട്ടും നടക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചുള്ള മാനസികമായിട്ടുള്ളൊരു ചെറിയ സംഘർഷം കാര്യങ്ങളെല്ലാം ഉണ്ടായതിൻ്റെ ഭാഗമായി ആ സമയങ്ങളിൽ ഫണ്ട് വിനിയോഗത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടെന്നുള്ളത് ശരിയാണ്. ഏതായാലും പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ മത്സരക്കളത്തിൽ ഇറങ്ങട്ടെ. എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.